അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വറഹംനാ വലിവാലിദീന വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഖാതമുൻ നുബുവത്തിനെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോടൊക്കെ എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പോലും പറ്റുന്ന, നബി തങ്ങൾ എത്ര സിമ്പിളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഹദീസ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ സർജിസ് റഹ്മഹുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, സ്വഹാബിയാണ്, ഞാൻ നബിൻ്റെ അടുത്ത് ചെന്നു. ഓഹോഫി നാസിം മിന സ്വഹാബി. അപ്പോൾ നബി സഹാബാക്കളെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ നിൽക്കുകയാണ്. ഒരുപാട് സഹാബാക്കളുണ്ട്, സഹവാസികൾ. സ്വഹാബ് എന്നാണ് സഹവാസി എന്നാണ്. ഫദുർതു ഹാക്കദാ മിൻ ഖൽഫിഹി. അപ്പോൾ ഞാൻ നബിൻ്റെ പിന്നേക്ക് അങ്ങോട്ട് കറങ്ങി, നബിൻ്റെ പിന്നോട്ട് അങ്ങോട്ട് കറങ്ങി. ഫഅറഫല്ലദീ യുരീദു. അപ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നബി തങ്ങൾക്ക് മനസ്സിലായി. ഞാനെന്തിനാണ് നബിൻ്റെ പിന്നിലേക്ക് അങ്ങോട്ട് കറങ്ങിയത്? അപ്പോൾ എൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി അള്ളാഹിൻ്റെ റസൂൽ ഫൽഖ റിദാ അൻ ലഹരി, തൻ്റെ മുതുകിൽ നിന്ന് തൻ്റെ വസ്ത്രം എടുത്തു മാറ്റി. കുപ്പായല്ല ഉണ്ടായിരുന്നത്, ഒരു മുണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. പഴയ കാലത്തൊക്കെ ആൾക്കാർക്ക് ഒരു മുണ്ടുണ്ടാവില്ലേ, തോളിലിടുന്നൊരു മുണ്ട്, മേലിലിടുന്നൊരു മുണ്ട്. ആ മുണ്ട് അള്ളാഹിൻ്റെ റസൂൽ എടുത്തു മാറ്റി. ഫറായിതു മൗദിഅൽ ഖാതമി അലാ കതിഫൈഹി മിസ്ലൽ ജുംഇ സഹുലഹാ ഗീലാനു കഅന്നഹാ സാലീൽ. ശരീരത്തിലൊക്കെ ഉണ്ടാവുന്ന ചെറിയ ഈ തണർപ്പ് പോലെ, കുരു പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഖാതമുൻ നുബുവത്ത് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുതുകിൽ കണ്ടു. അങ്ങനെ ഞാൻ കണ്ടു. റജഅതു ഹത്ത ഇസ്തഖ്ബൽതുഹു. അങ്ങനെ നബിൻ്റെ നേരെ മുന്നിലേക്ക് ഞാൻ വന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഗഫറല്ലാഹു ലക യാ റസൂലല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് പുറത്തിരട്ടെ അള്ളാഹിൻ്റെ റസൂലേ. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, വലക്ക, നിനക്ക് അള്ളാഹു പുറത്തിരട്ടെ. ഇത് വലിയ സംഭവമായി സഹാബാക്കൾക്കിടയിൽ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഖാതമുൻ നുബുവത്ത് കണ്ടതും നബിൻ്റെ നേരെ മുഖാമുഖം നിന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് പുറത്തിരട്ടെ എന്ന് പറയലും, അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ നിനക്ക് അള്ളാഹു പുറത്തിരട്ടെ എന്ന് പറയലൊക്കെ സഹാബാക്കൾക്കിടയിൽ വലിയ വാർത്തയായി. കാരണം നബി പൊറുക്കലിനെ തേടുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇസ്തഗ്ഫർ ലക റസൂലുള്ളാഹ്, അള്ളാഹിൻ്റെ റസൂൽ നിനക്ക് പൊറുക്കലിനെ തേടിയില്ലേ? ഫഖാൽ, അതെ, അള്ളാഹിൻ്റെ റസൂൽ തേടി, വലക്കും നിങ്ങൾക്കും തേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, നബിയെ, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി പൊറുക്കലിനെ തേടണം. എല്ലാ മുഅ്മിനീങ്ങൾക്കും വൽ മുഅ്മിനാത്ത്, സഹോദരിമാർക്കും മുഅ്മിനാത്തുകൾക്കും നബിയെ നിങ്ങൾ പൊറുക്കലിനെ തേടണമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നബി എല്ലാവർക്കും പൊറുക്കലിനെ തേടിയിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അടുത്ത പാഠം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയെക്കുറിച്ചുള്ളതായിരുന്നു. അത് നമ്മൾ ഇതിനു മുമ്പുള്ള പാഠത്തിലൊക്കെ നബിൻ്റെ വിശേഷിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയാത്ത ചില ഹദീസ് പറയാണ്. 25-ാമത്തെ ഹദീസ്. ഹദ്ദസനാ ഹന്നാദ് ബിൻ സരി അഖ്ബറനാ അബ്ദുറഹ്മാൻ ബിൻ അബി സിനാദ് അൻ ഹിഷാം ബിൻ ഉർവ അൻ അബീഹി അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്. ആയിഷ ബീവി പറയാണ്, നബിൻ്റെയും ഭാര്യമാരുടെയും ജീവിതം എങ്ങനെയായിരുന്നു എന്ന് കൂടി പഠിക്കാൻ പറ്റും. കുൻതു അഗ്തസിലു അന വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഇനാഇൻ വാഹിദിൻ, ഞാനും അള്ളാഹുവിൻ്റെ റസൂലും ഒരു പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളം കോരിയിട്ട് ഇങ്ങനെ കുളിക്കുമായിരുന്നു. വക്കാന ലഹു ഷാറുൻ ഫൗഖൽ ജുമ്മത്തി വദൂനൽ വഫ്ര. അപ്പോൾ നബി തങ്ങൾക്ക് ഇങ്ങനെ തലയിലെ മുടിയുണ്ട്, അത് ചുമലിൻ്റെ മേലെയാണ്, എന്നാലോ ഈ ചെവിക്കുന്നിൻ്റെ താഴെയുമാണ്. ചുമലിൻ്റെ മേലെയും ചുമലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല, എന്നാൽ ചെവിക്കുന്നിൻ്റെ അവിടെ നിന്നാണ് താഴോട്ട് ഇറങ്ങിയിട്ടുമുണ്ട്. നമ്മൾ ഈ മുടി എങ്ങനെയാണെന്ന് വെച്ചാലേ, മൊത്തത്തിലങ്ങ് പറയുകയാണെങ്കിൽ നേരെ ഇങ്ങനെ താഴ്ത്തിയിടുന്ന മുടിയാണ്, ചെവിൻ്റെ മുകളിലൂടെ ഈ ഭാഗത്തുള്ള മുടി. അപ്പോൾ അത് ചെവിക്കുന്നിനേക്കാൾ ഇത്ര അങ്ങോട്ട് എത്തിയിട്ടുണ്ട്, എന്നാൽ ഇവിടേക്ക് എത്തിയിട്ടുമില്ല, തോളിലേക്ക് എത്തിയിട്ടുമില്ല. അപ്പോൾ നല്ല മുടി ഉണ്ടായിരുന്നു എന്നർത്ഥം. ചില സമയത്ത് തോളിലേക്ക് തട്ടിയ മുടി ഉണ്ടായിരുന്നു. നേരെ ഇങ്ങനെ ഇറക്കുമ്പോൾ നേരെ തോളിലേക്ക് ഇങ്ങനെ തട്ടുമല്ലോ, തോളിതാണല്ലോ, ഈ തോളിലേക്ക് ഇങ്ങനെ തട്ടിയ മുടി ഉണ്ടായിരുന്നു. അപ്പോൾ നബി തങ്ങൾക്ക് പല സമയത്തും പല രീതിയിലുള്ള തലമുടിയാണ് ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ചെവിൻ്റെ താഴെ നേരെ മധ്യത്ത് വരെ ഉണ്ടാവുള്ളൂ മുടി, അപ്പോൾ വളരെ മുറിച്ച് മാറ്റിയിട്ടുണ്ടാവും. ചിലപ്പോൾ അതിങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ വെട്ടുന്ന രീതി ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് രൂപത്തിലാണെങ്കിലും അത് സൗന്ദര്യത്തിൻ്റെ പൂർണ്ണ രൂപമായിരിക്കും. അതേപോലെ അപ്പോൾ വേറെ സഹാബി പറയുന്നുണ്ട്, ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടി എങ്ങനെയായിരുന്നു?
അപ്പോൾ ലമെക്കുമ്പിൽ ജാതി ജഡ മുടിച്ച മുടിയായിരുന്നില്ല, അങ്ങനെ ചുരുണ്ട് വലാബിസബത്തി എന്ന പറ്റ ഒഴുകിയ മുടിയുമായിരുന്നില്ല. ഒരു ഖാന യബുലു ഹുഷാറുഹു ഷഹ്മ തോതിനെ ഞാൻ കാണുമ്പോൾ അള്ളാഹു റസൂലിൻ്റെ മുടി ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ ഇതുവരെ. അതിനേക്കാളും ഉണ്ട്. അബൂ താലിബിൻ്റെ മകൾ ഉമ്മുഹാനീബി പറയുന്ന ഹദീസാണ് അടുത്തത്. നബിൻ്റെ അമ്മായിയാണ്. അബൂ താലിബ് നബിൻ്റെ ഉപ്പാപ്പയാണല്ലോ, എളാപ്പയാണല്ലോ, പെങ്ങള് ഉമ്മുഹാനി ബീവി റളിയല്ലാഹു അൻഹ. ഒരിക്കൽ അള്ളാഹു റസൂൽ മക്കയ്ക്ക് കൊണ്ടുവന്നു. മലഹു അറബഉ ഖദാഇറ, 4 മുടിൻ്റെ കെട്ടുണ്ടായിരുന്നു. മുടികളിങ്ങനെ കെട്ടിയിട്ട് 4 സ്ത്രീകളൊക്കെ കുട്ടികളെ മുടിയൊക്കെ ഇങ്ങനെ 2, 3, 4 ആയിട്ട് ഇങ്ങനെ മുടഞ്ഞ് കെട്ടൂലേ, അങ്ങനെ 4 മുടച്ചിട്ടുണ്ടായിരുന്നു. അത് വേറെ ഹദീസിൽ പറയുന്നുണ്ട്. സുബൈദ് ബിൻ നസ്ർ റളിയല്ലാഹു അൻഹു അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുസ്തിലു ശഅറഹു. നബി ഇങ്ങനെ മുടി ഇങ്ങനെ ഇങ്ങോട്ട്, ഇതിനാണ് യുസ്തിലു എന്ന് പറയുക, അങ്ങോട്ടൊന്നും വാർന്നു വെക്കാതെ നേരെ ഇങ്ങനെ താഴ്ത്തി നെറ്റിയിലേക്ക് ഇങ്ങനെ താഴ്ത്തിയിടുന്നതിനാണ് സദിൽ എന്ന് പറയാം. എല്ലാവർക്കും കൺഫ്യൂഷനുള്ള സംഭവമാണ് നബി തങ്ങളുടെ മുടി എങ്ങനെ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പാഠം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഇമാം തുർമുദിയുടെ ശമായില്ലേ. നബി ഇങ്ങനെ മുടി ഇങ്ങനെ നെറ്റിയിലേക്ക് ഇങ്ങനെ താഴ്ത്തി, അപ്പോൾ ഇവിടെയൊക്കെ താഴ്ത്തി ഇങ്ങനെ ഇടുന്ന രീതിയായിരുന്നു. വക്കാനുള്ള മുശ്രിക്കൂനെ യഫ്രിഖൂന റസൂ, മുശ്രിക്കീങ്ങൾ ഇങ്ങനെ മുടി ഇങ്ങനെ 2 എണ്ണാക്കി പിളർത്തിയിട്ട് ഇങ്ങനെ വാർന്നൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. സ്ത്രീകളൊക്കെ ഫർക്കല്ലേ, സ്ത്രീകളതൊക്കെ ഫർക്കുണ്ടാവും, അങ്ങനെ നടുകൂടെ ഇങ്ങനെ 2 പൊളിയാക്കി വെച്ചിട്ട് ഇങ്ങനെ വാർന്നിക്കുന്ന രീതി ഉണ്ടാവുക. റസൂലുള്ളാഹിൻ്റെ മുടി ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. വക്കാൻ അഹ്ലുൽ കിതാബ് യുസ്തിലൂന റൂസഹും, അഹ്ലുൽ കിതാബ് അന്നത്തെ ജൂത ക്രിസ്ത്യാനികൾ ഇങ്ങനെ മുടി വെച്ചിരുന്നത്. മുശ്രിക്കീങ്ങൾ ഇങ്ങനെ മുടി 2 പിളർപ്പാക്കിയിട്ട് 2 പാളിയാക്കിയിട്ടാണ് വെച്ചിരുന്നത്. അപ്പോൾ നബി തങ്ങൾക്ക് അഹ്ലുൽ കിതാബ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത് പോലെ ചെയ്യാനായിരുന്നു ഇഷ്ടം. വക്കാൻ യുഹിബ്ബു മുവാഫഖത അഹ്ലുൽ കിതാബ് ഫീമാ ലം യുംറ ബിഹി ഷൈഅൻ, നബിയോട് പ്രത്യേക കൽപ്പന ഒന്നും വന്നിട്ടില്ലെങ്കിൽ മുശ്രിക്കീങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ ഇഷ്ടമായിരുന്നില്ല. അവരിങ്ങനെ 2 പൊളിയാക്കി വാർന്നു വെക്കലായിരുന്നല്ലോ. അപ്പോൾ നബി ഇങ്ങനെ എന്താവും താഴ്ത്തി ഇങ്ങനെ ഇടുമായിരുന്നു. താഴ്ത്തി ഇങ്ങനെ ഇടുമ്പോൾ നെറ്റി ഈ ചെവിൻ്റെ അടുക്കൊക്കെ വരും. അപ്പോൾ ചെവിൻ്റെ ആ മുടി പകുതി ഇവിടെയൊക്കെ കഴിയുമ്പോൾ പിന്നെ ചുമലിൽ തട്ടാൻ തുടങ്ങും. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ, ഇങ്ങനെ വാർന്നിങ്ങനെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പിന്നെ ചെവിൻ്റെ ഈ കുന്നിനേക്കാൾ മുകളിൽ താഴോട്ട് അല്ലാഹു റസൂലിൻ്റെ മുടി പോയിരുന്നില്ല, ഇവിടെ വെട്ടിക്കളയും. സുമ്മ ഫറഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെന്താക്കി നബി തങ്ങൾ ലാസ്റ്റ് മുടി ഇങ്ങനെ തന്നെ 2 പിളർപ്പായിട്ട് ഇങ്ങനെ വാർന്നു വെക്കാൻ തുടങ്ങി. അപ്പോൾ ഉമ്മുഹാനി ബി പറയണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കണ്ടത് ആ ലഫായ റബൈ 4, അപ്പം ഇങ്ങനെ നല്ലോണം മുടിയുള്ള സമയത്ത് 4 കൊമ്പുകളാക്കിയിട്ട് 2 കൂട്ടങ്ങളാക്കിയിട്ട് മടഞ്ഞു വെച്ചത് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടി കണ്ടിട്ടുണ്ട്. സ്ത്രീകളാണ് അങ്ങനെ മടഞ്ഞു വെക്കാറുള്ളത്, പൊതുവെ സ്ത്രീകളാണ് മടഞ്ഞു വെക്കാറുള്ളത്. സ്ത്രീകൾക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും പറ്റുമെന്നാണ് ആ പറഞ്ഞതെന്ന് മനസ്സിലാകുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നുണ്ട്, ഈ മുടി മുടഞ്ഞു വെക്കുക എന്നുള്ള പുരുഷന്മാർക്കും പറ്റും, വലാ യഖ്തസു ബിൻ നിസാഇ, സ്ത്രീകൾക്ക് മാത്രമൊന്നുമല്ല. വഖദ് ഉതീറ ഫി അക്സർ ബിലാദി ഫി ആദിൽ റസൂൽ ഇഖ്തിസാസുഹുന്ന ബിഹി, പക്ഷേ ലോകത്ത് അധിക രാജ്യങ്ങളിലും സ്ത്രീകൾ മാത്രമാണ് മുടി മുടഞ്ഞു വെക്കുന്ന രീതി ഉള്ളത്. മാജാ ഫി തറജ്ജുലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ മുടി വാർന്നു വെക്കാറുണ്ടായിരുന്നു എന്നാണ് അടുത്തത്. മുടി ഇങ്ങനെ വെറുതെ അലസമായിട്ട് ഇങ്ങനെ ഇടുന്ന നന്നായിട്ട് ഇങ്ങനെ അങ്ങനെ കിടണോ, അത് ശരിയായ രീതിയല്ല. ഹദ്ദസന അനസ് ബിൻ മൂസ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഖാൽ ഹദ്ദസന മഅദ് ബിൻ ഈസാ ഹദ്ദസന മാലിക് ബിൻ അനസ് عن هشام بن عروة عن أبيه أن عائشة رضي الله عنها قالت كنت أرجل رأس رسول الله وأنا حائض, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഇങ്ങനെ വാർന്നു കൊടുക്കുമായിരുന്നു എനിക്ക് ശുദ്ധിയില്ലാത്ത നേരത്ത്. അതങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. ശുദ്ധിയില്ലാത്ത നേരത്ത് സ്ത്രീകൾ വേറെ റൂമിൽ കിടക്കണം, അല്ലെങ്കിൽ വീട്ടിൻ്റെ പുറത്ത് കിടക്കണം, അങ്ങനെയൊക്കെയുള്ള പല വിശ്വാസങ്ങളും പല ആചാരങ്ങളും സമൂഹത്തിൽ നിലനിന്നിരുന്നു. അപ്പോൾ ആയിഷാബി പറയാണ്, ഹൈദുള്ള ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഇങ്ങനെ വാർന്നെടുക്കുകയായിരുന്നു, ഭർത്താവിൻ്റെ മുടി വാർന്നെടുക്കുകയായിരുന്നു. ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ മോശമായിരിക്കും അല്ലേ, പക്ഷേ നബിൻ്റെ കാലത്തെ ജീവിതം അങ്ങനെയായിരുന്നു. حدثنا يوسف موسى حدثنا وكيع حدثنا ربيع بن صبيح عن يزيد بن أبان هو الرقاشي عن أنس بن مالك رضي الله عنه. അനസ് ബിൻ മാലിക് അള്ളാഹുവിൻ്റെ റസൂലിന് ഖാദിമായിരുന്നു. നബീൻ്റെ മൂപ്പര ഉമ്മ 10 വയസ്സാകുമ്പോൾ നബീനെ ഏൽപ്പിച്ചതാണ്. ഉമ്മു സുലൈം ബീവി എന്ന് പറയും. ഉമ്മു സുലൈം ബീവി വലിയ ചരിത്രത്തിലൊക്കെ ഉള്ള ആളാണ് ഉമ്മു സുലൈം ബീവി.
10 വയസ്സാകുമ്പോൾ അനസിനെ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ ഹിജറ വന്ന സമയത്താണത്. നബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ എല്ലാവരും സമ്മാനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. നബിക്ക് ഓരോ സമ്മാനങ്ങൾ, ഹദിയകൾ. മുസ്ലിം ബീവിൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അതിബുദ്ധിമാനായ സമർത്ഥനായ കുട്ടി മാത്രമാണ് മുസ്ലിം ബീവിൻ്റെ സ്വത്ത്. മുസ്ലിം ബീവി അനസ് റളിയല്ലാഹുവിൻ്റെ കൈയും പിടിച്ചിട്ട് റസൂലുള്ളാഹിൻ്റെ ഹദറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, മദീനക്കാരൊക്കെ അങ്ങേക്ക് സമ്മാനം തന്നു, എനിക്ക് കാര്യമായിട്ട് സമ്മാനം തരാനൊന്നും എൻ്റെ കയ്യിലില്ല. എൻ്റെ കുട്ടീനെ ഞാൻ നിങ്ങൾക്ക് സമ്മാനം തരാം, നിങ്ങളെല്ലാ കാര്യവും നോക്കാൻ എൻ്റെ കുട്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ നബിൻ്റെ കുട്ടിയായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു. 10 വയസ്സ്. നബി തങ്ങൾ വഫാത്താകുമ്പോൾ 20 വയസ്സ്. 53-ാമത്തെ വയസ്സിലല്ലേ അനസ് റളിയല്ലാഹു അൻഹു വന്നത്. നബി തങ്ങൾക്ക് ഞാൻ 10 കൊല്ലം ഖിദ്മത്തെടുത്ത് വെള്ളം എടുത്ത് കൊടുക്കുക, എന്തൊക്കെയാണോ കാര്യങ്ങൾ നബിൻ്റെ വീട്ടിൽ വേണ്ട അതൊക്കെ ആ കുട്ടീനെ അങ്ങോട്ട് ഒഴിച്ചിട്ട് കൊടുത്തു അല്ലാഹുവിൻ്റെ റസൂലിന് വേണ്ടി. വലിയ പണ്ഡിതനായ റസൂലുള്ളാഹിൻ്റെ ബർക്കത്ത്, ദുആൻ്റെ ബർക്കത്തൊക്കെ കിട്ടി 100 വയസ്സ് വരെ ജീവിച്ച വലിയ ബർക്കത്തുള്ള മനുഷ്യനായിരുന്നു. റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹി. ബഹുമാനപ്പെട്ടവരെ ഖബർ ഇറാഖിലുണ്ട്, ഞാൻ പോയി സന്ദർശിച്ചിട്ടുണ്ട്. ഇറാഖിലെ ബസ്രയിൽ. അള്ളാഹു അവരൊക്കെ കാണാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. നബിൻ്റെ കൂടെ 10 കൊല്ലേ വീട്ടിൻ്റെ ഉള്ളിലും പുറത്തും നിലക്ക് ഖിദ്മത്ത് ചെയ്തു. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഖാന റസൂലുള്ളാഹി യുക്സിറു ദഹ്ന റഅസിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലയിൽ നല്ലോണം എണ്ണ ഇടുമായിരുന്നു. തസ്രീഹ ലിഹിയത്തിഹി, എപ്പോഴും താടി വാർന്നു നിൽക്കുമായിരുന്നു. മുടിയിലൊക്കെ തലമുടിയൊക്കെ എണ്ണ ഇട്ട് ഇങ്ങനെ പാർപ്പിച്ച് നടക്കുന്ന പരിപാടിയല്ല, എണ്ണ നല്ലോണം ഇടായിരുന്നു. യുക്സിറു, വളരെ കൂടുതലായിട്ട് എണ്ണ ഇട്ടിരുന്നു. താടിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വാർന്നു വെക്കുമായിരുന്നു. യുക്സിറുൽ ഖിനാഹത്താക്ക അന്ന സൗബഹു സൗബു സയ്യാത്തിൻ. ഈ എണ്ണിട്ട് കഴിഞ്ഞാൽ തലപ്പാവുമ്മലേക്ക് എണ്ണാകും. തലയിൽ കിട്ടുമ്പോൾ തലയിൽ എണ്ണിട്ട് നല്ല എണ്ണ ഇടുമല്ലോ. അപ്പോൾ അത് തലപ്പാവിലേക്ക് എണ്ണ ആവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഒരു ടവല് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലൻ്റെ എണ്ണ ഇട്ടിട്ട് അതിൻ്റെ മേലിടും. ഏതായാലും നബി തങ്ങളുടെ വസ്ത്രത്തിലൊക്കെ എണ്ണൻ്റെ മയക്കുണ്ടായിരുന്നു. ഹത്താക്ക അന്ന സൗബഹു സൗബു സയ്യാത്തിൻ, എണ്ണ വിൽപ്പനക്കാരൻ്റെ വസ്ത്രം പോലെയാകുമായിരുന്നു ആ വസ്ത്രം എന്ന് അനസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ നല്ലോണം എണ്ണ ഇടുമായിരുന്നു. സമയം കഴിഞ്ഞോ? നമ്മുടെ ഒരു ആയത്ത് മതിയല്ലേ, ഒരു ഹദീസും കൂടി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഇൻഖാൻ റസൂലുള്ളാഹി യുഹിബ്ബു തയമ്മുന ഫി തുഹൂരിഹി തഹറ. നബി തങ്ങൾ ശുദ്ധിയാക്കുമ്പോൾ വലതിനെ മുന്തിക്കാനോ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. കുളിക്കുകയാണെങ്കിലും വുളു ഉണ്ടാക്കുകയാണെങ്കിൽ വലതുഭാഗം ആദ്യം. വഫി തറജ്ജുലിഹി ദാ തറജ്ജല, തലമുടി വാരുകയാണെങ്കിൽ ആദ്യം വലതു ഭാഗത്ത് വരും. വഫിൻ ത്യാലിഹി ഇദൻ താൽ, ചെരുപ്പിടുകയാണെങ്കിൽ ആദ്യം വലത്തെ കാല് ചെരുപ്പ് ധരിക്കും. നമ്മൾ പഠിച്ചു പോയാൽ പോരട്ടോ, അങ്ങനെ തന്നെ ആവണേ. ചെരുപ്പൊക്കെ അങ്ങോട്ട് ഇട്ട് ഓടി പോവല്ലേ. ഇനി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ആദ്യം വലത്തെ ചെരുപ്പിടുക. വാർന്ന് വെക്കുമ്പോൾ പെണ്ണുങ്ങളോടൊക്കെ പറയാനുള്ളത് വലതു ഭാഗം വാർന്ന് വെക്കുക. ആണുങ്ങളിപ്പോൾ നമ്മളെ കേരളത്തിൻ്റെ ഒരു സിസ്റ്റത്തിൽ അങ്ങനെ വാർന്ന് വെച്ച് എണ്ണിട്ട് കൊണ്ട് നടക്കുന്ന ഒരു സിസ്റ്റമൊന്നുമില്ല. പക്ഷേ അങ്ങനെ സുന്നത്ത് കരുതിയിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. എണ്ണടൽ സുന്നത്താണ്. حدثنا محمد بن بشار حدثنا يحيى بن سعيد هشام بن حسان عن حنس عبد الله بن مغفل رضي الله عنه. സഹാബി വര്യം പറയാണ്, നഹാ റസൂലുള്ളാഹി അൻ തറജ്ജുലി ഇല്ലാ ഖിബ്ബൻ. അങ്ങനെ ഇടക്കിടക്കല്ലാതെ അങ്ങനെ വാർന്നു വെക്കുന്നത് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ എല്ലാ സമയത്തും ഇങ്ങനെ വാർന്നു ചൂണ്ടിക്കരുത്. ഒരു ദിവസം എണ്ണിടുക, വേറൊരു ദിവസം ഇടാക്കുക, പിറ്റത്തെ ദിവസം ഇടുക. ആ രീതിയിലാണ് ചെയ്യാൻ വേണ്ടി അല്ലാഹു റസൂൽ ഞങ്ങളോടൊക്കെ കൽപ്പിച്ചിട്ടുള്ളത്. അപ്പം നബി തങ്ങളുടെ ഒരു കൽപ്പന അങ്ങനെയുള്ളത്. എപ്പോഴും ഇങ്ങനെ എല്ലാ ദിവസവും എണ്ണിടല്ല, ഇടക്കിടക്ക് ഒരു ദിവസം എണ്ണിട്ടാലും മറ്റേ ദിവസം എണ്ണിടാതിരിക്കുക. ആ രീതിയിലാണ് അല്ലാഹു റസൂൽ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. പലരോടും പല രീതിയിലൊക്കെ കൽപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ തെക്രീമിൻ്റെ പാഠത്തിൽ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വലത്തേതിന് മുന്തിക്കുക എന്നുള്ളത് സുന്നത്താണ്.
അപ്പോൾ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് മുതൽ കുറേ സുന്നത്ത് തുടങ്ങാൻ പോവുകയാണ്. വാങ്ങുക, കൊടുക്കുക, വീട്ടിൽ പ്രവേശിക്കുക, പള്ളിയിൽ പ്രവേശിക്കുക, തലമുടി കളയുക, മീശ വെട്ടുമ്പോൾ വലത്തത്, മുടി വാരുമ്പോൾ വലത്തേ ഭാഗം, വായുകൊണ്ട് പല്ല് കേൾക്കുമ്പോൾ വലത്തേ ഭാഗം പല്ല് കേൾക്കുക ആദ്യം, സുർമടുമ്പോൾ വലത്തേ കണ്ണിൽ ആദ്യം സുർമടുക സുന്നത്താണ്. നഖം മുറിക്കുമ്പോൾ വലത്തേ കൈ ആദ്യം മുറിക്കുക. വലത്തേ കൈ മുറിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ആദ്യം ചൂണ്ടുവിരൽ, പിന്നെ നടുവിരൽ, പിന്നെ അതിൻ്റെ അടുത്ത വിരൽ, പിന്നെ ചെറുവിരൽ, പിന്നെ തള്ളവിരൽ, അഞ്ചാമതായിട്ട് തള്ളവിരൽ, പിന്നെ ഇടത്തേ കൈയിൻ്റെ ചെറുവിരൽ, പിന്നെ അടുത്തത്, പിന്നെ അടുത്തത്, പിന്നെ അടുത്തത്, ലാസ്റ്റ് തള്ളവിരൽ. അപ്പോൾ അഞ്ചാമത്തവും പത്താമത്തവും തള്ളവിരലായിരിക്കും. പിന്നെ പള്ളിയിൽ കയറാൻ വേണ്ടി ഇടത്തെ കാല് മുന്തിക്കണ്ട സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റും ആയിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുരുഷന്മാരോടുള്ള കൽപ്പനയായിട്ടാണ് പറയുന്നതെന്ന് ഷാരിഹ് പറയുന്നുണ്ട്. ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ എണ്ണിടുക എന്നുള്ളത് പുരുഷന്മാർ. സ്ത്രീകൾ പിന്നെ എല്ലാ ദിവസവും എണ്ണിടുമല്ലോ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ, അല്ലാഹുമ്മ ജഅൽനാ മിൻ ഇബാദിക്കൽ മുത്തഖീൻ. അല്ലാഹു നമ്മളെയൊക്കെ അഹ്ലു ഖൈറിൻ്റെയും സലാമത്തിൻ്റെയും മഹൽ പെടുത്തി തരട്ടെ. അവൻ്റെ മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മളെ പെടുത്തി തരട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.